നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇവിടെ കണ്ടോ, ഒരു സ്പെഷ്യൽ കിടിലൻ റെസിപ്പിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിക്കനാണ് വേവിക്കുന്നത്. ചിക്കനെ നമ്മൾ മൺചട്ടിയിൽ വെച്ചിരിക്കുകയാണ്. അത് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് പിന്നെ കനലിൽ ചുട്ടെടുക്കുകയാണ്. അപ്പൊ ഇതുവരെ ഈ ചിക്കനെ ഇതുവരെ എങ്ങനെ തയ്യാറാക്കിയെന്നൊന്ന് കണ്ടിട്ട് വരാം. ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ടുള്ള ചിക്കൻ. അതിനെ ഞാൻ 4 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പീസിനെ ഞാൻ ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മസാല ഇപ്പോൾ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വയ്ക്കുന്നുണ്ട്. ഞാൻ ഈ ബൗളിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ടേബിൾ സ്പൂണിലെടുത്തത്, ഇത് ടീസ്പൂണിലാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണിത്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിച്ചാലും മതി. 2 ടേബിൾ സ്പൂൺ വെള്ളം, നോർമൽ വെള്ളമാണ്. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്കിതിൻ്റെ വെള്ളം പോരെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ ഉണ്ട് ഇത്തിരി വെള്ളം കുറവുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കുകയാണ്. കൈകൊണ്ട് നന്നായി മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ചിക്കൻ്റെ മേലെ ഒന്ന് പുരട്ടി വയ്ക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 പീസാക്കി എടുത്തു എന്ന് മാത്രം. ഇനി ചെറിയ പീസാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ 2 പീസാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ചിക്കനിലിപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബാക്കി ഇവിടെ കുറച്ച് മസാല കൂട്ടുണ്ട്, അത് നമുക്കിവിടെ എടുത്ത് വെക്കാം. നമുക്ക് ആവശ്യമുണ്ട് ഇനിയും. അപ്പോൾ ചിക്കനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗള് ചെറിയുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് ടേസ്റ്റ് കൂടും. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി. അത് നമ്മളുടെ അളവിനനുസരിച്ച് ഇപ്പോൾ 2 3 ഒക്കെ വെച്ചെടുക്കാം. ഒരു 3 മീഡിയം സൈസ് അല്ലെങ്കിൽ വലിപ്പമുള്ള സവാള എടുക്കാം. ഞാനിവിടെ ഈ ഒരു ബൗള് നിറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ചെറുതായി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ബൗള് നാളികേര പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പൊടികൾ നമ്മൾ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിക്കാൻ നോക്കാം. മൺചട്ടിയിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഈ ചെറിയുള്ളിയൊക്കെ വഴന്ന് കിട്ടാൻ പാകത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ ചെറിയുള്ളിക്കാണെങ്കിൽ നമുക്ക് നടു കീറിയിടാം കേട്ടോ. ഞാൻ അധികം വലുപ്പമില്ലാത്തതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുക. ഉള്ളി പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയുടെ കളറ് ചെറുതായി മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു 2.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ചെറുതായി ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ടില്ലേ, അതിൻ്റെ ബാക്കി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ആ പച്ചമണക്ക് മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിട്ട് കൊടുക്കുകയാണ്. തക്കാളിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി, തക്കാളി, മസാലപ്പൊടികളുടെ കൂട്ട്, കുറച്ച് ഉപ്പ്, ഇത്രയാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് നേരം ഒന്ന് മൂടിയിടാം. എന്നിട്ട് ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായി യോജിച്ച് നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്യട്ടെ. ഇപ്പം ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഫ്ലെയിം സിമ്മിലാക്കി ഇടുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഇതിലേക്ക് കിടക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിന് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇതിലൂടെ കിടക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിരുന്നു. തുറന്ന് നോക്കാം. ഇപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ നന്നായി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ മൂടിയിട്ടിട്ട് ഇതിൻ്റെ ഈ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഈ ഗ്രേവി ഉണ്ടല്ലോ, ഈ തേങ്ങാപ്പാലിൻ്റെ ഗ്രേവി, അതൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നവരെ നമുക്കിതിനെ പകുതി ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ പകുതിയാണ് ഇതിലിട്ട് വേവിക്കുന്നത്. ബാക്കി നമ്മൾ വേറെ പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്കിതിനെ മൂടിയിടാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം ഞാനിത് തുറന്നു വെച്ചിട്ടോ, മൂടിയൊക്കെ തുറന്നു വെച്ചു. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളമാണ് കേട്ടോ ഇത്. പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടച്ചു വെക്കണ്ട കേട്ടോ. തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഉപ്പൊക്കെ പാകാണോ നോക്കുക. എനിക്കൊക്കെ കറക്റ്റാണ് ഉപ്പ്. ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത്. മൺചട്ടി ഇതുകൊണ്ട് ചിലപ്പം ഫ്ലെയിം കൂട്ടുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ലോ ഫ്ലെയിമിലിട്ടിട്ടുള്ളത്. നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇങ്ങനൊന്ന് വറ്റിച്ചെടുക്കാം. ചാറെല്ലാം കുറുകി നല്ല രസത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രേവിയിലുള്ള ചിക്കൻ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ അടുപ്പത്ത് നിന്ന് ചിക്കനെ ഇറക്കിയിട്ടുണ്ട്. ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തു. നമ്മുടെ ചാറെല്ലാം കുറുക്കി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ചട്ടിയിലിരുന്ന് തന്നെ ഇരുന്ന് ഇത് ഇനിയും ഇരുന്ന് കുറുകും. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പം ഞാൻ ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് മറ്റൊരു ചട്ടിയിലേക്ക് ഈ ചിക്കനെ ആക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഴയില നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി വാഴയിലയുടെ ഉള്ളിലും കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുകയാണ്. ഇവിടെ വേറൊരു ചട്ടി ഞാൻ എടുത്തു. ആ ചട്ടിയുടെ അകത്തും കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാഴയില, വാട്ടിയെടുത്ത വാഴയില അത് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലും കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ ഇതിലേക്ക് മാറ്റാം. ഈ ചട്ടിയിലുള്ള ഗ്രേവി മൊത്തം നമ്മൾ ഈ കിഴിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവോള റിങ്സ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്.
ഒരു 2 സവോള ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടോ. പിന്നെ ഒരു 3-4 കറിവേപ്പില തണ്ട് അങ്ങനെ തന്നെ വെക്കാണ്. നമുക്ക് ഇനി മൂടാം. വേറെ ഒരു പീസ് ഇല എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിതിനെ മൂടാണ്. നന്നായിട്ട് ഇനി ഒന്ന് ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ചട്ടിയിൽ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടീനെ കനലിലേക്കൊന്ന് ഇറക്കി വെക്കണം. അപ്പോൾ ഇനി നമുക്ക് കനലിൽ കൊണ്ടുവയ്ക്കാം. ഇവിടെ കനലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചട്ടീനെ ഈ കനലിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ കനലിൽ കിടക്കട്ടെ. അടുപ്പ് കൊണ്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇതിലിടാം കേട്ടോ. ഇപ്പോൾ ഈ കനലിൻ്റെ പകരം ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ഈ ഇലയിൽ പൊതിഞ്ഞിട്ട് ഓവനിലിട്ട് വയ്ക്കാം. ഇതിവിടെ കിടന്ന് വേവട്ടെ. ഇപ്പം ഇവിടെ ഈ ചട്ടിയിൽ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് ചേട്ടൻ്റെ വക ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിക്കൻ പാകമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അതിലേക്ക് നന്നായി വാടിയിട്ടുണ്ട്. ചൂടുണ്ട്. ചിക്കനൊക്കെ നന്നായി പാകമായിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് പീസൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രേവി ഞാൻ പറഞ്ഞല്ലോ, ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ വാഴയിലയുടെ ആ ഒരു മണവും രുചിയും ഒക്കെ ഇതിലുണ്ട്. ഞാനിതിൽ ഒന്നും കൂടെ ഒന്ന് തുറന്ന് കാണിക്കാം. ഇലയെല്ലാം നന്നായി വാടിയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ അടിയിൽ കുറച്ച് ഗ്രേവിയൊക്കെ കിടക്കുന്നുണ്ട്. ഈ ഗ്രേവിയും കൂടെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കിഴിയിൽ കെട്ടിയ ചിക്കൻ ചുട്ടെടുത്തത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ നമ്മുടെ ചട്ടിയിൽ ചുട്ടെടുത്ത ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ രുചി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സമയം കിട്ടുമ്പോൾ, ചാൻസ് കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം. ഇതെൻ്റെ ഒരു ചെറിയ കൃഷിത്തോട്ടാണ്. നമുക്കിവിടെ മുറ്റമൊന്നുമില്ല കേട്ടോ. മുറ്റം മണ്ണൊന്നുമില്ല. അപ്പോൾ ടെറസിൻ്റെ മേലെയാണ് നമ്മളിതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൂവൊക്കെ വിരിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഇത് തക്കാളി ചെടി കേട്ടോ. തക്കാളി ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വിൻ്ററിൽ മാത്രമേ നമുക്കിങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സമ്മറിലൊക്കെ ഇവിടെ ചൂടായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെടികളൊന്നും ഉണ്ടാവില്ല. ഈ ചെടി നട്ടിട്ടുള്ളതൊക്കെ നമ്മൾ വെജിറ്റബിൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ബോക്സാണ് കേട്ടോ. അതിലാണ് വെജിറ്റബിൾ വരുന്ന ബോക്സാണ്. അതിലാണ് നമ്മൾ ചെടികൾ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. പയറൊക്കെ ചെറുതായി പയറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറ്റിപ്പയറാണ് ഇത്. വഴുതനങ്ങ പൂട്ടിട്ടുണ്ട്. പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്.
ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ഒരു പ്ലേസാണ് ഇവിടെ. മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ഈ മുളകിന് അധികം എരിവുണ്ടാവില്ല, പക്ഷെ കുറേ ഉണ്ടാവും.